ഒരു മുസ്ലിം നാമധാരിയായ പെൺകുട്ടി നൃത്തം ചെയ്യുമ്പോൾ അവരുടെ വസ്ത്രധാരണത്തിൽ ഒരു മാറ്റം വരുമ്പോൾ, നിർദ്ദിഷ്ടമായിട്ടുള്ള വസ്ത്രധാരണം ഇല്ലെങ്കിൽ നിനക്ക് നരകത്തിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിനെ നരകത്തിൽ പോകാൻ മരിച്ചതിന് ശേഷമുള്ള കാര്യം. അതെ, അത് കാരണം ഭീഷണിപ്പെടുത്തുന്ന ആൾക്ക് സ്വർഗത്തിൽ പോകണ്ടേ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്വാഭാവികമായിട്ടും ഒരു നിർബന്ധമാണല്ലോ, ഭീഷണിയാണല്ലോ. അല്ല, നിർബന്ധം എന്ന് പറയുന്നത് നിർബന്ധിക്കാൻ എന്തെങ്കിലും അധികാരം ഉണ്ടെങ്കിലല്ലേ. വേറൊരാളിപ്പോൾ തുണി ഉടുക്കാതെ നടക്കുന്ന ജൈനമതക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. തുണി ഉടുക്കണം എന്നുള്ളതാണ് മറ്റുള്ളവരുടെ നിർബന്ധം എന്ന് വെച്ചിട്ട് ആരെങ്കിലും അവരെ കൊണ്ടുപോയി തുണി ഉടുപ്പിക്കുമോ? ജൈനമതത്തിന്റെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇസ്ലാമിക പണ്ഡിതന്മാർ ഇടപെടില്ല. മുസ്ലിം ജൈനമതത്തിന്റെ കാര്യത്തിൽ മനുഷ്യർ ഇടപെടും, അല്ലാതെ മുസ്ലിങ്ങൾ ഇടപെടുക എന്നുള്ളതല്ല പറയുന്നത്. ഞാൻ പറയുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാർ ചെയ്യുന്നത് മതത്തിനകത്തല്ല. മുസ്ലിം പണ്ഡിതന്മാർ ചെയ്യുന്നത് മതത്തിന്റെ നിയമം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് അവരുടെ ബാധ്യതയാണ്. ക്രിസ്തീയ മതത്തിന്റെ നിയമം എന്താണെന്ന് ക്രിസ്തീയ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കണം. അത് ഹിന്ദു മതത്തിന് അങ്ങനെ ഒരു നിയമങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരും അത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോഴല്ലേ മനുഷ്യർ മതമനുസരിച്ച് ജീവിച്ചു കൊടുക്കാം. പക്ഷെ അത് സ്വാഭാവികമായിട്ടും നിങ്ങൾ അത് അനുശാസിച്ചു കൊള്ളണം. അല്ലെങ്കിൽ എന്ത് ചെയ്യും? ഭീഷണിപ്പെടുത്തുന്നാൽ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന സമൂഹ മാധ്യമങ്ങളിലൊക്കെ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ശരിയാക്കി കളയുന്നു. അതെ, അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ പറയുന്നവരോടുള്ള ഇല്ല, ഭീഷണി ഉണ്ടെന്നത് ഉണ്ടാക്കുക. കേട്ടില്ലേ, ഭീഷണിപ്പെടുത്തലാണ് അത്ര. ഒരു മതപണ്ഡിതൻ വിശ്വാസികളായ ആളുകളോട് മതനിയമങ്ങൾ പറയുന്നത് എങ്ങനെയാണ് ഭീഷണിപ്പെടുത്തലാവുന്നത്? വിശ്വാസികളായ ആളുകളോട് സ്ത്രീകളെ നിങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഇസ്ലാമിക നിയമപ്രകാരം ശരീരമാസകലം മറച്ചുകൊണ്ടാണ് വരേണ്ടത് എന്ന് പറയുന്നത് അത് ഭീഷണിപ്പെടുത്തലാണോ? അതൊരു മതത്തിൻ്റെ നിയമങ്ങൾ പറയുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു മതവും നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുകയില്ല. ഓരോ മതവും രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ആ മതത്തിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ആളുകൾ പറയണ്ടേ? നമ്മുടെ സ്വതന്ത്ര രാജ്യം, ജനാധിപത്യ രാജ്യത്ത് ഏത് മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള അവകാശവും അധികാരവും എല്ലാ ആളുകൾക്കുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹിന്ദുമത വിശ്വാസികൾ അവരുടെ കാര്യങ്ങൾ പറയുന്നു, അതേപ്രകാരം തന്നെ ക്രിസ്ത്യാനികൾ, പള്ളിയിലച്ചന്മാർ അവരുടെ നിയമങ്ങളൊക്കെ അവർ പറയുന്നു, അവർ വിശ്വാസികളായ ആളുകളോട് പറയുന്നു. അതേപ്രകാരം തന്നെ മുസ്ലിങ്ങളും അതിൻ്റെ നിയമവശങ്ങൾ, അതിൻ്റെ ഹലാലേത് ഹറാമേത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശ്വാസികളായ ആളുകളോട് പറയുന്നത് അത് ഭീഷണിപ്പെടുത്തലാണ് എന്ന് പറയുന്നത് അത് തികച്ചും വേദനാജനകം തന്നെയാണ്. കാരണം ഭീഷണിപ്പെടുത്തലോടെ ഉണ്ട്. എങ്ങനെയാണെങ്കിൽ അവർ പറയുകയാണ്, നാളെ എങ്ങാനും നിങ്ങൾ ശരീരമാസകലം മറച്ചില്ല എങ്കിൽ, പർദ്ദ ധരിച്ച് വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ കൊന്നുകളയും, അതല്ലെങ്കിൽ നിങ്ങൾ വീട് പൊളിച്ച് കളയും. ഇതൊക്കെയാണ് ഭീഷണിപ്പെടുത്തലുകൾ. ഇങ്ങനെ ആരെങ്കിലും ചെയ്യും, ഇതൊക്കെ അറിയാതെ പറയുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഭീഷണിപ്പെടുത്തലുകൾ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നമുക്ക്. തിയേറ്ററിൽ ബീഫ് സൂക്ഷിച്ചതിന് മധ്യപ്രദേശിലെ മണ്ഡലയിൽ 11 വീടുകൾ പോലീസ് തകർത്തു. അനധികൃത ബീഫ് വ്യാപാരം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടിയെന്നാണ് പോലീസിന്റെ വാദം. സജു തോമസ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. സജു, എന്താണ് സംഭവിച്ചത്? രേഷ്മ, മധ്യപ്രദേശിലെ മണ്ഡലയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. അതായത് മധ്യപ്രദേശിലെ മണ്ഡലയിലും മറ്റ് സമീപ പ്രദേശങ്ങളിലും ബീഫ് അനധികൃതമായി സൂക്ഷിച്ചു എന്ന് ആരോപിച്ചാണ് വീടുകൾ തകർത്തിരിക്കുന്നത്. 11 വീടുകളാണ് തകർത്തിരിക്കുന്നത്. കണ്ടില്ലേ, തൻ്റെ വിശ്വാസപ്രകാരം ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾ ബീഫ് സൂക്ഷിച്ചതിൻ്റെ പേരിൽ അവരുടെ വീട് തകർത്ത് തരിപ്പണമാക്കുക. ഭീഷണിപ്പെടുത്തലല്ല അവിടെ ഉള്ളത്. ഭീഷണിപ്പെടുത്തലും കഴിഞ്ഞ് വീട് പൊളിച്ചു മാറ്റുകയാണ്. വിശ്വാസത്തിൻ്റെ പേരിലാണ്. തൻ്റെ വിശ്വാസപ്രകാരം ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരാളും, ഒരു മതവിശ്വാസിയും ബീഫ് കഴിക്കാൻ പാടില്ല എന്നുള്ള നിലപാട്, ഇതാണ് ക്രൂരത. ഇതാണ് പ്രതികരിക്കപ്പെടേണ്ടത്. ഇത് ഭീഷണി മാത്രമല്ല അവിടെ ഉള്ളത്, അത് പ്രാവർത്തികമാക്കുകയാണ്. എത്ര ആളുകളെയാണ് ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കൊല്ലുന്നത്? ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതായി. ഇവിടെ ഫ്രിഡ്ജിൽ ബീഫ് സൂക്ഷിച്ചു എന്ന പേരിലാണ് വീടുകൾ, 11ഓളം വീടുകൾ തകർത്തിരിക്കുന്നത്. ഇത് റിപ്പോർട്ട് ചെയ്യാനുള്ള ധൈര്യമുണ്ട് ചില ആളുകൾക്ക്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇത് അറിഞ്ഞിട്ടും അതിനെതിരെ പ്രതികരിക്കാൻ കഴിയുന്നില്ല. നേരെ മറിച്ച് ഇസ്ലാം മതവിശ്വാസികൾ വിശ്വാസകാര്യങ്ങളും വിശ്വാസികളായ ആളുകളോട് പറയുന്നത് അത് ഭീഷണിപ്പെടുത്തലായി